ജേക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. T20 ലോകകപ്പിലെ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഇന്ത്യക്ക് ജയം. നമീബിയക്കെതിരെ 93 റൺസിനാണ് ഇന്ത്യയുടെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഉയർത്തിയ 210 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നമീബിയ 116 റൺസിന് ഓൾ ഔട്ടായി. ഇന്ത്യക്കായിട്ട് വരുൺ ചക്രവർത്തി 3ഉം അക്സർ പട്ടേൽ, ഹാർദിക് പാണ്ഡ്യ എന്നിവർ 2 വിക്കറ്റുകൾ വീഴ്ത്തി. ടോസിങ്ങിന് മുമ്പായിട്ട് സൂര്യകുമാർ യാദവ് സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്കുണ്ട്. അതായത് അഭിഷേക് ശർമ്മയ്ക്ക് പകരം സഞ്ജു സാംസൺ കളിക്കും എന്നുള്ള കാര്യം ഏകദേശം തീരുമാനമായപ്പോൾ പറഞ്ഞ വാക്കുകളാണ്. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ശൈലിയിലുള്ള ബാറ്റർ, എക്സ്പ്ലോസീവ്, ഇതായിരുന്നു ആ വാക്ക്. അത് ക്യാപ്റ്റൻ്റെ വാക്കുകൾ ഏറെക്കുറെ ശരിവെച്ചിട്ടാണ് സഞ്ജു ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങിയത്. സഞ്ജു സാംസൺ ഹാട്രിക് 6 ആണ് നടിച്ചത്. അതായത് ഹാട്രിക് 6, അത് കഴിഞ്ഞൊരു 4. കളി കണ്ടവർക്ക് ഒരു പീക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും. അങ്ങനെ 8 ബോളിൽ 22 റൺസുമായിട്ടാണ് ആൾ മടങ്ങുന്നത്. നല്ല ഇൻറ്റൻറ്റ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പം നമുക്ക് ആദ്യത്തെ പവർ പ്ലേയിൽ ഒരിക്കലും തുഴഞ്ഞു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അടുത്ത പ്ലെയേഴ്സിനും കൂടിയിട്ട് ആ പ്രഷർ കൂടുക ചെയ്യുള്ളൂ. ഇപ്പം സഞ്ജു ഇങ്ങനെ ഒരു കളി കളിച്ചത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ട് അടിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും സഞ്ജു സാംസൺ ഔട്ടായതിന് ശേഷം ഇത്രയും കുറവ് റൺസാണോ അടിച്ചതെന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് നെഗറ്റീവ് കണ്ടിരുന്നു. അവരോടൊക്കെ ഇപ്പം എന്താ പറയുക, വേൾഡ് കപ്പിൽ എന്തായാലും ആളുടെ ആദ്യത്തെ മാച്ചിലെ ആളുടെ ഒരു സിഗ്നേച്ചർ അവിടെ ഇട്ടിട്ടുണ്ട്. ഒരു ഡേഞ്ചറസ് ബാറ്റ്സ്മാനാണ് താനെന്ന ഒരു സിഗ്നേച്ചർ അവിടെ പതിപ്പിച്ചിട്ടാണ് ആള് മടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ആ സമയത്ത് വേറെ ഏത് പ്ലെയർ ആണെങ്കിലും ഈ സ്വന്തം സ്ഥാനം ഉറപ്പിക്കാനാണ് നോക്കുക. ഇപ്പോൾ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഒരു 50 അടിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരിക്കും ഉന്നമിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു ബേസ് നമുക്ക് ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോൾ ഒരു ഹൈ സ്കോറിലേക്ക് പോകേണ്ട ഒരു ബേസ്, ഈ ഹൈ സ്കോറിലേക്ക് പോകേണ്ട ഒരു ബേസ് കിട്ടണമെങ്കിൽ ആദ്യത്തെ പവർ പ്ലേ അടിച്ച് കളിക്കുക തന്നെ വേണം. എന്നാലേ ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാർക്ക് ഒരു കോൺഫിഡൻറ്റ് കിട്ടുള്ളൂ. നിന്ന് തുഴഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു 50 അടിക്കാൻ സഞ്ജു ശ്രമിച്ചില്ല. കിട്ടിയ ബോളെല്ലാം അടിച്ച് ഗ്രൗണ്ടിൻ്റെ പുറത്തേക്ക് കളയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവിടെ സഞ്ജുവിൻ്റെ സ്കോർ സഞ്ജു നോക്കിയിട്ടില്ല. ടീമിന് വേണ്ടി പവർ പ്ലേയിൽ മാക്സിമം റൺസ്, അത് മാത്രമാണ് ആൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഇതുതന്നെയാണ് നമുക്ക് ഓപ്പണിങ്ങിൽ വേണ്ട ഒരു പ്ലെയർ, ഒരു ഓപ്പണർ. അതായത് ഒരു മികച്ച തുടക്കം ഇന്ത്യക്ക് കിട്ടേണ്ടതും ഇങ്ങനെ തന്നെയാണ്. അതായത് അദ്ദേഹം കാരണം ആരും പ്രഷറായിട്ടില്ല, കോൺഫിഡൻറ്റ് ബൂസ്റ്റ് ആവുകയേ ചെയ്യുള്ളൂ. തിലക് വർമ്മ 21 ബോളിൽ 25 റൺസും, സൂര്യകുമാർ യാദവ് 13 ബോളിൽ 12 റൺസും, ശിവൻ ദുബെ 16 ബോളിൽ 23 റൺസും, റിങ്കു സിംഗ് 6 ബോളിൽ 1 റൺസും. ഔട്ടായതൊന്നും ഒരാൾക്കും ഇവിടെ പ്രശ്നമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സഞ്ജുവിനൊരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 22 അടിച്ചിട്ടും ഒരു T20 ഫോർമാറ്റാണ്, 1 ഡേ മാച്ച് അല്ല. അപ്പോൾ കിട്ടണ ബോൾ അടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ അത് വെച്ചിട്ടാണ് അവൻ കളിക്കുന്നത്. ഇത് അവൻ്റെ മറ്റേ കഴിഞ്ഞ മാച്ചുകളൊന്നും നോക്കണ്ട, ഇത് വേൾഡ് കപ്പാണ്. വേൾഡ് കപ്പിൽ അവൻ്റെ ആദ്യത്തെ മാച്ചാണ്. ആദ്യത്തെ മാച്ചിൽ അവൻ 8 ബോളിൽ 22 അടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ സിഗ്നേച്ചർ അവിടെ തെളിയിച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ. ഇനി അടുത്തൊരു കളി അവന് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ റൺസ് അടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെ. ഓപ്പണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് വേണ്ടത്, അല്ലാതെ തുഴഞ്ഞ് നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇഷാൻ കിഷൻ്റെ ഇന്നിങ്സിനെ പറ്റി പറയുമ്പോൾ തുടർച്ചയായിട്ട് 4 സിക്സുകളാണ് അദ്ദേഹം അടിച്ചത് ഒരു ഓവറിൽ. അത് അപാര ഇന്നിങ്സ് തന്നെയായിരുന്നു. എന്തായാലും ഇഷാൻ കിഷൻ്റെയും സഞ്ജു സാംസൻ്റെയും ഇന്നിങ്സാണ് ഇന്ത്യക്ക് അടിത്തറ പാകിയിട്ടുള്ളത്. അത് പറയാതെ വയ്യ. ഇവിടെ ഇപ്പോൾ ഇന്ത്യക്കൊരു വീക്ക് പോയിൻ്റ് നമീബിയ കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഒരു സ്പിന്നറെ പറയാതിരിക്കാൻ വയ്യ. അമ്മാതിരി സ്പിന്നറായിരുന്നു ആളുടെ. അവരുടെ ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് അതാണ് ഇന്ത്യയെ ഒന്ന് ഞെട്ടിച്ചത്. ഇത്രയും എക്സ്പ്ലോഡിങ് ആയ സ്പിന്നർമാരെയൊക്കെ നിലം തൊടിയിക്കാത്ത ഒരു ബാറ്റിംഗ് ഓർഡറിനെതിരെ 4 ഓവറിൽ വെറും 20 റൺസ് വഴങ്ങിയിട്ട് 4 വിക്കറ്റ് എടുത്ത ക്യാപ്റ്റൻ, ആ മനോഹരമായിട്ടുള്ളൊരു ഇന്നിങ്സ് തന്നെയായിരുന്നു. അതും എറിയാൻ വന്ന ആദ്യ പന്തിൽ തന്നെ 265 സ്ട്രൈക്ക് റേറ്റിൽ നിന്നിരുന്ന, അത്രയും പ്രഹരശേഷിയിൽ ബാറ്റ് ചെയ്തിരുന്ന ഇഷാൻ കിഷനെ കൂടാരം കയറ്റി. കൂടാതെ ആ ഓവറിൽ വിട്ടുകൊടുത്തത് 1 റണ്ണാണ്. ഇഷാൻ കിഷൻ ഔട്ടാവുമ്പോൾ 107 റൺസാണ് ഇന്ത്യക്ക് 7 ഓവറിൽ. പിന്നീട്
അവർ പിടിച്ച ഒരു കളിയുണ്ട്, ഈ സ്പിന്നറിനെ വെച്ചിട്ട്, ഈ ക്യാപ്റ്റനെ വെച്ചിട്ട് പിടിച്ചൊരു കളി. ശരിക്കും അടുത്ത 7 ഓവറിൽ അവർക്ക് കിട്ടിയത് ആകെ 33 റൺ സെറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ഓവറിൽ ഇന്ത്യക്ക് കിട്ടിയത് 140 റൺസാണ്. 17 ഓവറിൽ കിട്ടിയത് 107, 14 ഓവറിൽ കിട്ടിയത് 140 ഇയാളുടെ പിന്നീടുള്ള ഓവറിൽ തിലകനെയും 19ാമത്തെ ഓവറിൽ റണ്ണൗട്ട് അടക്കം ഹാർദിക്കിൻ്റെയും അക്സറിൻ്റെയും വിക്കറ്റ് പിഴുത് ക്യാപ്റ്റൻ്റെ റോള് അതിമനോഹരമായിട്ട് തന്നെ ആള് നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളിയുടെ ഓവറുകൾ ഇന്ത്യൻ ബാറ്റർമാർ ഏതാണ്ട് ഇഴച്ചില്ലായിരുന്നു. ആ ഒരു എന്താ പറയുക, ഭയങ്കര സ്ട്രഗ്ലിങ് ഫീൽ ചെയ്തിരുന്നു. വലിയൊരു സ്കോറിലേക്ക് പോകേണ്ടിയിരുന്ന ഇന്ത്യൻ സ്കോറിനെ പിടിച്ചു കെട്ടിയതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ക്യാപ്റ്റന് തന്നെയാണ്. ജെർഹാർഡ് ഇറാസ്മസ് കിഡിലൻ. ഇന്ത്യയുടെ വീക്ക് പോയിൻ്റ് ഇപ്പോൾ USA-യും നമീബിയയും കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. അത് നോക്കിയിട്ടാവും സൺഡേയിൽ പാകിസ്ഥാൻ പ്രിപ്പയർ ആയിട്ട് വരിക. മിക്കവാറും അവർ 4 സ്പിന്നറെങ്കിലും ഇറക്കും ടീമിൽ. അതാണെങ്കിൽ സ്ലോ പിച്ചും കൂടിയാണ് സൺഡേ കളിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ സ്പിന്നിനെതിരെയുള്ള കളി മോശമായതുകൊണ്ട് ഉറപ്പായും അവർ സ്പിൻ തന്ത്രമാവും കൂടുതലായിട്ടും യൂസ് ചെയ്യുക. അതുകൊണ്ട് സ്പിൻ നന്നായി വർക്ക് ചെയ്ത് കളിക്കാൻ കഴിഞ്ഞാൽ സൺഡേ തൂക്കാൻ പറ്റും നമുക്ക്. ഇല്ലെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും നല്ലൊരു കളി കാണാൻ പറ്റുന്നുള്ള കാര്യം ഷുവറാണ് സൺഡേയിൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നല്ല വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുണ്ട് മറ്റേ ഫർഹാനൊക്കെ ആയിട്ട്. അവന് തലയ്ക്ക് ഓളം മട്ടാണ്, അവൻ പറയണമെന്ന് നോക്കണ്ട. അല്ല, എന്നാലും ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയ സ്ഥിതിക്ക് നല്ലൊരു കളി കാണാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ത്രൂ എന്നൊക്കെ പറയാം കൊണ്ടുവന്നത് വരുൺ ചക്രവർത്തിയാണ്. ആളാണ് പവർ പ്ലേ കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ഓവർ 7ാമത്തെ ഓവർ കൊണ്ടാണ് ആളെ എറിയാൻ വരുന്നത്. ആ ഓവർ ഫസ്റ്റ് ബോളിൽ തന്നെ സ്റ്റമ്പ് എടുത്തിട്ടാണ് ആൾ ഉള്ളിലോട്ട് വന്നത് തന്നെ. ഏറ്റവും നന്നായി എറിഞ്ഞവന്, എന്നിട്ട് ഈ വരുൺ ചക്രവർത്തിയാണ് ഏറ്റവും നന്നായിട്ട് എറിഞ്ഞത്. അവനാകെ 2 ഓവർ മാത്രമാണ് കൊടുത്തത്. അതെന്താണെന്ന് മനസ്സിലായില്ലേ? എന്താണ് സൂര്യകുമാർ യാദവ് അവിടെ എന്ത് പരീക്ഷണമാണ് അവിടെ നടത്തിയതെന്ന് മനസ്സിലായില്ല. അതെന്താണെങ്കിലും നീതികേടാണ്. 10 ബോളിൽ 3 വിക്കറ്റ് എടുത്തവന് ഒരു 5 വിക്കറ്റ് കിട്ടേണ്ട കളിയായിരുന്നു അവൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വിക്കറ്റ് കിട്ടേണ്ട കളിയാണ് ഈ വരുൺ ചക്രവർത്തിക്ക്. അത് ഈ ബൗളിംഗ് പരീക്ഷണം മൂലം നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ടീമിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടേണ്ട ഒരാളെയാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവന് ആ വിക്കറ്റ് ഇന്നത്തെ കളിയിൽ കൂടുതൽ വിക്കറ്റ് എടുക്കേണ്ട ചെക്കനായിരുന്നു. അപ്പോൾ അവനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ പരീക്ഷണങ്ങൾ നടത്തുന്നത്. ഇനി നമുക്ക് സ്കോർ ബോർഡിലോട്ട് പോകാം. നമീബിയക്കാണ് ടോസ് കിട്ടിയത്. ടോസ് കിട്ടിയിട്ട് ബോളിംഗ് തിരഞ്ഞെടുത്തോടെ തന്നെ അവർക്ക് പഴിച്ചു. ഒരിക്കലും ഇന്ത്യനെ ആദ്യം ബാറ്റിങ്ങിന് അയക്കാൻ പാടില്ല. സൺഡേയിലെ കളിയിലും ടോസ് ഏറെ നിർണായകമാണ്. പാകിസ്ഥാനാണ് ടോസ് കിട്ടുന്നതെങ്കിൽ പാകിസ്ഥാൻ ബാറ്റിംഗ് എടുക്കാനാണ് സാധ്യത. ഇന്ത്യയെ ഒരിക്കലും ആദ്യം ബാറ്റ് ചെയ്യാൻ അനുവദിക്കില്ല. ഇവരെന്താണ് ചെയ്തതെന്ന് മനസ്സിലായില്ല. എന്തായാലും നമീബിയക്ക് ടോസ് കിട്ടി. നമീബിയാണ് ബോളിംഗ് തിരഞ്ഞെടുത്തത്. ഇന്ത്യ 209 റൺസ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവറിൽ എടുത്തു. ഇഷാൻ കിഷൻ വെറും 24 പന്തുകളിൽ നിന്ന് 61 റൺസ് നേടി. ഹർദിക് പാണ്ഡ്യ 28 പന്തിൽ നിന്ന് 52 റൺസും തിലക് വർമ്മ 21 പന്തിൽ നിന്ന് 25 റൺസും നേടിയപ്പോൾ അവരുടെ ക്യാപ്റ്റൻ ജെർഹാർഡ് ഇറാസ്മസ്, അതായത് ആള് 4 ഓവറിൽ 20 റൺസിന് 4 വിക്കറ്റ് പിഴുതു. പിന്നെ ബെൻ ഷിഖോങ്കോ 3 ഓവറിൽ 41, നല്ല അടി കിട്ടിയിട്ടുണ്ട്, 1 വിക്കറ്റ് വീഴ്ത്തി. കോൾസ് ആള് 4 ഓവറിൽ 41-ന് 1 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ നമീബിയെ 116 റൺസിന് 18 ഓവറിൽ ഓൾ ഔട്ട് ആക്കുകയായിരുന്നു. അതുപോലെ അവരുടെ അടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റീൻ ക്യാമ്പ് 29 റൺസ് നേടി 20 ബോളിൽ. അതുപോലെ ജാൻ ഫ്രൈലിങ്ക് 15 ബോളിൽ 22 റൺസും നമ്മുടെ ക്യാപ്റ്റൻ 11 ബോളിൽ 18 റൺസും നേടി.
ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് വീഴ്ത്തിയത് വരുൺ ചക്രവർത്തിയാണ്. വരുൺ ചക്രവർത്തി 2 ഓവറിൽ 7 റൺസിന് 3 വിക്കറ്റും, അക്സർ പട്ടേൽ 3 ഓവറിൽ 20 റൺസിന് 2 വിക്കറ്റും, ഹർദിക് പാണ്ഡ്യ 4 ഓവറിൽ 21 റൺസിന് 2 വിക്കറ്റും വീഴ്ത്തി. അങ്ങനെ ഇന്ത്യ 93 റൺസിൻ്റെ വിജയം സ്വന്തമാക്കി. അങ്ങനെ ഗ്രൂപ്പിൽ 1ാമത് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ അടുത്ത കളി പാകിസ്ഥാനുമായിട്ടുള്ള മാച്ചാണ്. അത് സൺഡേ ആണ്. അപ്പം ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.